ഈ ശങ്കർദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമോ? ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലാണല്ലോ അദ്ദേഹം ഉള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് ശങ്കർദാസ് വന്നിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമോ? സജിത്ത്, ഒരു മുൻ ദേവസ്വം മെമ്പറിലേക്ക് അടക്കം അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞ സമയത്ത് പ്രത്യേക അന്വേഷണ സംഘം ആദ്യം അറസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു നോട്ടീസ് അടക്കം നൽകിയിരുന്നു ഈ വിജയകുമാറിനൊപ്പം തന്നെ ശങ്കർദാസിനുമായിരുന്നു. പക്ഷേ വിജയകുമാറിലേക്ക് അന്വേഷണം എത്തിയിട്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടും ശങ്കർദാസിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല? അദ്ദേഹത്തിൻ്റെ പോലീസ് ബന്ധമാണോ ഈ ഒരു കേസിലെ മെല്ലെപ്പോക്കിന് കാരണം, അല്ലെങ്കിൽ ശങ്കർദാസിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിൽ ഒരു മടി കാണിക്കാനുള്ള കാരണമെന്ന ഹൈക്കോടതിയുടെ കർശന വിമർശനം അത് 2 തവണ വന്നതിന് ശേഷമാണ് ശങ്കർദാസിനെ ആശുപത്രിയിൽ എത്തിയത്. അതായത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ തുടരുന്നത്. അവിടെ എത്തിയാണ് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി അടക്കം ചെയ്തത്. അതും ഹൈക്കോടതിയുടെ 2 തവണയുള്ള കർശന വിമർശനങ്ങൾക്ക് ശേഷമാണ്. അതിനുശേഷവും അവിടെ തന്നെ തുടരുകയായിരുന്നു. അത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷവും ആ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. പക്ഷേ സ്വകാര്യ ആശുപത്രിയിൽ തുടരുന്നതിന് പകരം മെഡിക്കൽ കോളേജ്, അതായത് തിരുവനന്തപുരത്ത് തന്നെയാണ് അദ്ദേഹം ഉള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സ, അതായത് അവിടുത്തെ തീവ്രപരിചരണ അത്യാവശ്യ വിഭാഗത്തിലേക്ക് അടക്കം മാറ്റാനുള്ള ഒരു സാഹചര്യം എത്രത്തോളം ഉണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘം അന്ന് തന്നെ വിലയിരുത്താൻ ആരംഭിച്ചിരുന്നു. പക്ഷേ അതിലൊരു തീരുമാനം ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ളൊരു സാഹചര്യം വിലയിരുത്തും. മാത്രമല്ല ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒരു ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടോ? വിജയകുമാറിലേക്ക് അടക്കം അന്വേഷണം എത്തിയിരുന്നു. പത്മകുമാറിൻ്റെ അടക്കം ഈ ഒരു അന്വേഷണ സമയത്ത്, അതായത് പത്മകുമാറിൻ്റെ ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും കൂടുതൽ വിവരങ്ങളടക്കം പുറത്തേക്ക് വരുന്നു. അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെമ്പർമാർക്കടക്കം ഇതിൽ കൃത്യമായി പങ്കുണ്ടെന്നൊരു കണ്ടെത്തൽ, അതായത് അതും ഹൈക്കോടതിയാണ് ചൂണ്ടിക്കാണിച്ചത്. കാരണം ഒരു പ്രസിഡന്റ് ഇത്തരത്തിലൊരു കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെമ്പർമാരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല? അവരറിയാതെ ഇത്തരത്തിൽ കാര്യങ്ങൾ എന്തുകൊണ്ട് ഒരു കാരണവശാലും ശബരിമലയിൽ നടക്കില്ല. കാരണം ഹൈക്കോടതിയുടെയും സർക്കാരിൻ്റെയും എല്ലാം കൃത്യമായ നിരീക്ഷണവും ഈ ബോർഡിൻ്റെ കൃത്യമായ കൈകാര്യം ചെയ്യലും ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ മെമ്പർമാർ അറിയാതെ ഒരു കാര്യവും അവിടെ നടക്കില്ല. ഇങ്ങനെ വലിയൊരു കൊള്ള നടന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക്, വിജയകുമാർ ആയിക്കോട്ടെ ശങ്കർദാസ് ആയിക്കോട്ടെ, ഇവരുടെ ഒരു പങ്ക് എന്തായാലും ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. പിന്നീടാണ് വിജയകുമാറിലേക്ക് അറസ്റ്റ് നീങ്ങുന്നത്. അദ്ദേഹം പറയുന്നതടക്കം വളരെ വ്യക്തമായിരുന്നു. അതായത് പത്മകുമാറിൻ്റെ നിർദ്ദേശാനുസരണം ഫയലുകൾ ഒപ്പിട്ടു എന്നല്ലാതെ ഇതിൽ തനിക്ക് അതിനപ്പുറത്തേക്കൊരു പങ്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിനടക്കം മൊഴി പിന്നീട് പുറത്തേക്ക് വന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശങ്കർദാസിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ട്? അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ? അത്തരം കാര്യങ്ങളിലേക്ക്, അതായത് ചോദ്യം ചെയ്യലടക്കം കടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കാരണം അദ്ദേഹം ഇപ്പോഴും ICUവിലടക്കം തുടരുകയാണ്. പക്ഷേ അത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡിൻ്റെ നിരീക്ഷണത്തിൽ പ്രത്യേക മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള സാഹചര്യം വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ആരായാലും ചെയ്യാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണം മുന്നോട്ട് വയ്ക്കുന്നൊരു തീരുമാനം. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. ശബരിമലയെ സംബന്ധിച്ച് ശാസ്ത്രീയമായ റിപ്പോർട്ടും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നു. സാരംഗാണ് വിശദാംശങ്ങൾ. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ശബരിമലയിലെ ഈ തന്ത്രപ്രധാനമായ തീരുമാനങ്ങളിലേക്ക് ഇന്ന് അന്വേഷണ സംഘം കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം SITക്ക് മുന്നിൽ VSSCയുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൻ്റെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് അപഗ്രഥിച്ചുകൊണ്ടുള്ള തുടർ നീക്കങ്ങളായിരിക്കും ഇനി SITയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.